ഹലോ ആഡംബരങ്ങളുടെ വർണ്ണക്കൊട്ടാരങ്ങളിലും ആലസ്യം വരുന്ന അമ്യൂസ്മെന്റ് പാർക്കുകളിലും സ്വസ്ഥതയുടെ നിദാനം തേടി നെട്ടോട്ടം ഓടുന്ന ആധുനിക കുടുംബത്തിൽ ശാശ്വത സമാധാനത്തിന്റെ സുവർണ സന്ദേശവുമായി വിശുദ്ധ ഖുർആനിലെ കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ് അൽ ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കിവി ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി വളരെ വിനയപൂർവ്വം മഹത്തായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പറഞ്ഞോ الحمد لله الذي خلق من الماء بشرا وجعله نسبا وصحرا وأشهد أن لا إله إلا الله وحده لا شريك له شهادة نعدها للقائه ذخرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالإنذار والبشرى اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين يا مجيبي عند كل دعوتي ويا غياثي عند كل شدتي ويا رجائي حين انقطعت حيلتي أحمدك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى
والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: إذا صلت المرأة خمسها وصامت شهرها وحسنت فرجها وأطاعت زوجها قيل لها ادخل الجنة أي باب شئت. صدق رسولك النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. صلى الله على النبي وسلم دأبا كما أبدى الرشاد وعلما أعداد كل مكونات كلما حج التي قضى زمزما وحكيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إدلال قدرك عشقنا تبخيما صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ബഹുമാനരായ സയ്യിദ് അവറുകൾ പുണ്യമായ സദസ്സിനെ തന്റെ സാന്നിധ്യം കൊണ്ട് ഏറെ വിശിഷ്ടവും വരിഷ്ഠവുമാക്കിയ ബഹുമാനനായ നമ്മുടെ പണ്ഡിത കേരളത്തിലെ സുപരിചിതനായ ബഹുമാനനായ ആത്മീയ ഗുരുവൈദ്യൻ ശൈഖുന ഏലംകുളം ബാപ്പു ഉസ്താദ് അവറുകൾ ഈ പുണ്യമായ സദസ്സിൽ ഉപവിട്ടരായ എനിക്ക് പേരറിയാത്തവരെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതരായ ഈ നാട്ടിലെ ആത്മീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിത്യ സാന്നിധ്യങ്ങളായ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളുടെ പുരോഗമനങ്ങളുടെ പ്രേരക ചാലക ശക്തികളായി വർത്തിക്കുന്ന ബഹുമാന്യരായ ഉസ്താദന്മാർ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമൊഴികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാന്നിഹ്യങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥരുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തു ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിനുമുപരി
ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഈ നാട്ടിലെ കർമ്മോത്സുകരായ യുവാക്കളുടെ ഏറെ നാളത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ പരിണത ഫലമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു മതപ്രഭാഷണ വേദിയുടെ പ്രാഥമിക ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനിലെ കുടുംബം എന്ന വിഷയാധിഷ്ഠിതമായ ഒരു പ്രഭാഷണത്തിന്റെ കീഴിൽ ഇന്നും നാളെയുമായി ഈ വിനീതങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞതും എന്നാൽ ബോധപൂർവം നാം പലപ്പോഴും ദീനിന്റെ ഒരു ഭാഗമല്ല എന്ന ഒരു തോന്നൽ ജനിപ്പിക്കുമാറ് ആലസ്യത്തോടെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന, എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് അവന്റെ കുടുംബം. ആ കുടുംബത്തിന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്ത പ്രാധാന്യം വിശുദ്ധമായ ഖുർആന്റെ ശാശ്വത തീരങ്ങളിലൂടെ ഒരു പരിചിന്തനത്തിലൂടെ നടന്നു പോകുമ്പോൾ നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ ഖുർആൻ കുടുംബം എന്ന പരാമർശം പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചിന്തകളായി നാമുമായി പങ്കുവെക്കുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിന്റെ ലോകമാനവരാശി അത്ഭുതത്തിന്റെ പാരമ്പര്യയിലോട്ട് കൊണ്ടുപോയ അനേകം പരാമർശങ്ങളിലടക്കം വളരെ വ്യവസ്ഥാപിതമായി വളരെ വ്യക്തമായി സുതാര്യമായി ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിന്റെ ഈ ഭൗതികമായ ലോകത്തിന്റെ അധ്വാനത്തിന്റെ ആകത്തുകകൾ മുഴുവനും പരിപോഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി പരിചയപ്പെടുത്തുന്ന കുടുംബം യഥാർത്ഥത്തിൽ വളരെ ഗൗരവപൂർവ്വം ഖുർആൻ പരാമർശിക്കുന്ന ഈ വിഷയത്തെ സമീപിക്കുന്നവർ വളരെ കുറവാണ് എന്നതാണ് ആധുനിക ലോകത്ത് അനുഭവിക്കപ്പെടുന്ന എല്ലാവിധ പ്രയാസങ്ങളുടെയും കാരണം. വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കിയപ്പോൾ ഈ പ്രവിശാലമായ സപ്തഭൂഖണ്ഡങ്ങൾ മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അങ്ങകലിരിക്കുന്നവരെ പോലും മുഖതാവിൽ ഒരു നിമിഷം കൊണ്ട് കണ്ട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യൻ അവന്റെ സാങ്കേതിക വിദ്യകൾ അവന്റെ കാലിൽ ചക്രം പിടിപ്പിച്ചതുപോലെ വേഗതയുടെ തുരുത്തുകളിലോട്ട് കടത്തിക്കൊണ്ടുപോകുമ്പോൾ ആരൊക്കെയോ പറഞ്ഞതുപോലെ എല്ലാം കൈവെള്ളയിൽ ഒതുങ്ങുമ്പോഴും മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങാൻ കഴിയാതെ പലപ്പോഴും അവന്റെ കൈവിരലുകളിലൂടെ വെളിയിൽ ചാടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ കുടുംബമാണ്. ആകാശത്തുകൂടി പറന്നു പോകുന്ന റോക്കറ്റുകളെ പോലും ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വിരലുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യന് അവന്റെ വിരലുകളുടെ മുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതായി അവന്റെ ചെറിയ കുടുംബം മാറുകയാണ്. www.com നടുവിൽ അണുകുടുംബങ്ങളായി മാറിയ We two our one, നാം രണ്ട് നമുക്ക് ഒന്ന്, നാം രണ്ട് നമുക്ക് ഒന്ന്, രണ്ടും ഒന്നും മൂന്ന്, കൂട്ടിയാൽ 3 പേരിലപ്പുറത്തേക്ക് പോകാത്ത 1000 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ മാത്രം വിവരിച്ചു കിടക്കുന്ന അവന്റെ കുടുംബം അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങാട്, അവന്റെ കൈവിരലുകളിൽ ഒതുങ്ങാട്, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസമാധാനത്തിന്റെ കാലുഷ്യവിത്തുകൾ പതച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ലോകത്തെ എല്ലാം ഒതുക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒതുങ്ങാൻ കഴിയാതെ അവന്റെ കുടുംബം ഒരു പ്രഹേളിക പോലെ, ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെ മാറി നിൽക്കുമ്പോൾ നേരത്തെ ഇവിടെ നോട്ടീസിൽ കണ്ടതുപോലെ ആമുഖ ഭാഷണം നടത്തിയ ആളുകൾ പറഞ്ഞതുപോലെ ആലസ്യം നിറയുന്ന അമ്യൂസ്മെന്റ് പാർക്കുകളിൽ വൈകുന്നേരത്തിന്റെ സായാഹ്ന കാറ്റുകളിൽ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിൽ മതിക്കുന്ന ചിന്തകളായി അവന്റെ കുടുംബത്തിന്റെ വിവിധമായ ചിന്തകൾ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ കുടുംബം എന്ന വിഷയം കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഇത് പറയാൻ കാരണം ഒരു ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയും
ഇതിന്റെ പ്രഭാഷണത്തിന്റെ അവസാനം നമ്മുടെ കുടുംബം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കുടുംബമായി, നമ്മുടെ വീട് ഖുർആൻ വിഭാവന ചെയ്ത വീടായി, ആ കുടുംബാംഗങ്ങൾ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ കുടുംബാംഗങ്ങളായി മാറുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് മാറാൻ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നൈരന്തര്യമായി കുറെ രാത്രികൾ ഉറക്കമളച്ച് ഈ സമൂഹത്തിന്റെ യുവാക്കൾ സംഘടിപ്പിച്ച ഈ സദസ്സ് അല്ലാഹുവിനെ ആ രീതിയിൽ കബൂലാക്കുമാറാകട്ടെ എന്ന ഒരൊറ്റ ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആമുഖത്തിലേക്കില്ല. ആമുഖം ഇത്രയും പറയാൻ കാരണം സാധാരണ ലോകാവസാനം പോലെ, നരകം പോലെ, പരലോകം പോലെ, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം പോലെ ഖുർആനിലെ കുടുംബം എന്ന് പറയുമ്പോൾ അതിനെ ഒരല്പം ലാഘവവൽക്കരിക്കുന്ന ഒരു സമീപനം ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പൊ കുടുംബത്തെ കുറിച്ച് എന്ത് പറയാനാണ്? ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച്, മാതാപിതാക്കളെയും മക്കളെയും കുറിച്ച്. ഇത് ലോകാവസാനം പോലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന വിഷയമല്ലല്ലോ എന്നൊക്കെ വളരെ ലാഘവത്വത്തോടെ പറയുന്നതിന് മുമ്പേ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ആളുണ്ടാവാം. യഥാർത്ഥത്തിൽ എല്ലാത്തിനേക്കാൾ വലിയ ഒന്നായി ഈ കുടുംബം എന്ന വിഷയം മാറേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല ഭാഗങ്ങളിൽ വളരെ ഗൗരവത്തോടെയാണ് ഖുർആൻ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. അല്ലാഹു പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സൗകര്യം പരിമിതമാണെങ്കിൽ ആ പരിമിതി നിങ്ങൾ സദയം ക്ഷമിക്കാൻ തയ്യാറുണ്ടാവും. വെളിയിൽ നിൽക്കുന്ന കുറെ ആളുകൾക്കൊക്കെ മുമ്പോട്ട് വന്നാൽ പല ഭാഗത്തൊക്കെ ഇരിക്കും. സംഘാടകർ കുറച്ച് പേപ്പർ കൊടുത്താൽ അവരെവിടെയെങ്കിലും ഇത് ഇട്ടിട്ടെന്ന് കേട്ടു. കാരണം ഇത് ഇരുന്ന് കേൾക്കേണ്ട വിഷയമാണ്. നിന്ന് കേട്ട ശരീരത്തിൽ ഇറങ്ങില്ല. ഇത് ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനം നമ്മൾ ജീവിതത്തിലേ ഇരുന്നു പോകും, പിന്നെ എഴുന്നേക്കാൻ കഴിയും. അതാണ് കുടുംബത്തിന്റെ പ്രത്യേകത. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയാതെ ഒന്ന് ഇരുന്നു പോയാൽ പിന്നെ എത്ര മനസ്സ് വെച്ചാലും എഴുതാക്കാൻ കഴിയാത്ത ഒന്നാണ് കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് അവസാനം നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ബഹുമാനനായ ശൈഖുന ഉസ്താദ് അവറുകൾ കൂടിയുണ്ട്. അതൊരു വലിയ നമുക്ക് പ്രചോദനമുള്ള ഒരു സാന്നിധ്യമാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീനിന്റെ ഖിദ്മത്തിന്റെ പാതയിൽ, ആത്മീയതയുടെ ഈ പാതയിൽ അല്ലാഹു അവസാനം വരെ അവന്റെ പൊരുത്തത്തിനു വേണ്ടി ജീവിക്കുവാനും അതുവഴി സന്മാർഗികളായ മഹാന്മാർ കടന്നുപോയ സ്വർഗ കവാടത്തിൽ അവരോടൊക്കെ ഒത്തിരിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരൊറ്റ ദുആയോടെ ഞാൻ ഇനി ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുക. ആദ്യം ഞാൻ വിഷയത്തിന്റെ ആമുഖം പറയാം. ഖുർആൻ പറഞ്ഞ കുടുംബങ്ങൾ ഏതൊക്കെയാണ്? കുടുംബത്തിന്റെ പ്രത്യേകത, കുടുംബത്തിലെ അംഗങ്ങൾ, കുടുംബം താമസിക്കുന്ന വീട്, ആ വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങൾ. ഇനി ഈ കുടുംബം നാളെ പരലോകത്തുണ്ടാകുമോ, സ്വർഗത്തിലുണ്ടാകുമോ? ഇങ്ങനെയൊക്കെ വിശാലമായൊരു വിഷയമാണ് ഖുർആനിലെ കുടുംബം എന്ന വിഷയം. ഇന്നും നാളെയും പൂർണ്ണമായി അത് കേട്ടാൽ മാത്രമേ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്താഗതി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൃഷ്ടിജാല പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ട് 8 കോടിയോളം വരുന്ന ജീവജാലങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു.